തീരെ ഫൈനായിട്ടുള്ള ഫൈനുമാണ് ഈ ഹെയർ കാണുമ്പോൾ അവർക്ക് നല്ല ഫ്രിസി ഡാമേജ് ഹെയർ തന്നെയാണിത്. അതുമാത്രമല്ല അവർക്ക് ഈ പാച്ച് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് അവർക്ക് മുടി കംപ്ലീറ്റ് പോയി ചില ഹെയറിൻ്റെ പാച്ചസ് കിട്ടും. ചിലപ്പം ചിലർ ഫ്രണ്ടിൽ ക്രൗൺ ഏരിയ മുടിയില്ലാത്തതുകൊണ്ട് ആ പാച്ച് ഫിക്സ് ചെയ്യാറുണ്ട്, ക്ലിപ്പുള്ള പാച്ച്. അത് വെച്ചാലും നമ്മുടെ മുടി ആ ക്ലിപ്പിരിക്കുന്ന ഏരിയയിൽ നിന്ന് വട്ടത്തിൽ പൊഴിഞ്ഞാൽ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹെയർ ആയിരുന്നു. നമുക്ക് മൈക്രോ റിങ്, നാനോ റിങ് രണ്ട് തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട് ഇവിടെ. അത് ഇതുപോലുള്ള ഹെയറിൽ നമ്മൾ മൈക്രോ റിങ് അല്ല വെക്കുക, നാനോ റിങ് ആണ്. നാനോ റിങ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഫൈനായിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇതേപോലെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ ബീഡ്സ് ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നാനോ റിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ തരത്തിലാണ്. നാനോ റിങ്ങിന് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ എല്ലാം വളരെ ലൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കത് കുറേ നാൾ വെയിറ്റൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് നാനോ റിങ് ഏത് ടൈപ്പ് ഹെയറിലാണ് വെക്കണേ.